നമ്മുടെ തലമുടി ഉണ്ടല്ലോ നല്ല ഉള്ളോടെ നല്ല കട്ട കറുപ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് കുട്ടികളുടെയൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും തലമുടി നല്ല പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരാനായിട്ട് ഞാൻ നല്ലൊരു ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ കുട്ടികളുടെയൊക്കെ തലയിലൊക്കെ ആണെങ്കിലും ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം. നീർക്കെട്ട് വീഴാതിരിക്കാണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് തന്ന താളി ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികളുടെ തലയിലും തേച്ച് കൊടുത്ത് നോക്കിക്കോട്ടോ. അപ്പം നല്ല പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരുകയും ചെയ്യും, ഉള്ളും കിട്ടുകയും ചെയ്യും, നല്ല തിളക്കത്തോടു കൂടി തന്നെ മുടി കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പം എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തിയുടെ ഇലയാണ്. അപ്പം ചെമ്പരത്തിയുടെ ഇലയും പൂവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ പിടിച്ച് വരുമ്പം ഒരു ചെറിയൊരു കമ്പൊക്കെ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് ഏരമൊക്കെ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ തലയിൽ ഈ കെമിക്കലായിട്ടുള്ള ഷാമ്പൂ ഒക്കെ തേച്ച് കൊടുക്കാണ്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള എൻ്റെ ഹെയർ കണ്ടീഷണറായിട്ടും വേണമെങ്കിൽ താളി ഷാമ്പൂ ഒക്കെ ആയിട്ടും ഈ ഒരു ചെമ്പരത്തി ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കറ്റാർവാഴയും ഇതുപോലെ തന്നെ ഒന്ന് നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ജെല്ലുണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ കറ്റാർവാഴ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മുടിക്ക് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. കറ്റാർവാഴ അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും. പെട്ടെന്ന് മുടി വളരാനൊക്കെ ആയിട്ടും നല്ല സിൽക്കി ഹെയർ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ടും കറ്റാർവാഴ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ചട്ടിയിൽ നട്ടു കൊടുത്തേക്കുന്ന കറ്റാർവാഴയാണ്. അപ്പം ഈ ഒരു തണ്ടൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഞാനിപ്പോൾ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ നിങ്ങൾ കറ്റാർവാഴയുടെ തണ്ട് എടുക്കുമ്പോണ്ടല്ലോ ഒരുപാട് വലിയ നീളം തണ്ട് നോക്കിയിട്ട് നമ്മൾ താഴെ ചോട്ടിൽ നിന്ന് തന്നെ കറ്റാർവാഴയുടെ തണ്ട് മുറിക്കരുത്. ആവശ്യാനുസരണം ചെറിയ തണ്ടുകൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മുറിച്ചെടുത്താൽ മതി. താഴേന്ന് കട്ട് ചെയ്തെടുക്കണ്ട. നിങ്ങൾക്കിപ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തെടുത്ത് നിങ്ങൾ കണ്ടില്ല, അപ്പോൾ അതുപോലെ ഒരു കുഞ്ഞു കഷ്ണം അതിൻ്റെ അറ്റത്ത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഓരോ ദിവസവും ഓരോ ചെറിയ കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രഷ് ജെല്ല് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ ചെമ്പരത്തി നിങ്ങൾ അടത്തി എടുക്കുമ്പം ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഈ ഒരു വേനലൊക്കെ ആയതുകൊണ്ട് ചെറിയ വെള്ള കളർ പൂപ്പലൊക്കെ വരാൻ ചാൻസ് കിട്ടും. അപ്പം ഈ പൂപ്പലൊക്കെ ഉള്ള ഇലകൾ പള്ളയെ കളയാതെ എടുക്കരുത് കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ഇതിൻ്റെ താഴത്ത് എന്തെങ്കിലും പൂപ്പലോ വല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു കറ്റാർവാഴയുടെ തണ്ട് ചില കുട്ടികൾക്ക് കറ്റാർവാഴയുടെ ഇത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ ചിലപ്പം സ്കാൽപ്പ് ചൊറിയാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഫേസിൽ തന്നെ ചിലർക്ക് ഇങ്ങനെ ഈ കറ്റാർവാഴയുടെ ജെല്ല് തേക്കുമ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ വരും. അത് വേറൊന്നും ആയിട്ടല്ല, നമ്മൾ ഈ തണ്ട് മുറിക്കുമ്പം ഇതിനകത്തൊരു മഞ്ഞ കറ പോലെ സംഭവമുണ്ട്. അത് നിങ്ങൾ ശരിക്കും കഴുകി ക്ലീൻ ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് വേണം മുറിച്ചിടാൻ, അല്ലെങ്കിൽ ചൊറിയും കേട്ടോ. എല്ലാവർക്കും ചൊറിയത്തൊന്നുമില്ല, ചിലർക്ക് അലർജി ഉള്ളവർക്ക് ചൊറിയും, അതോ പറഞ്ഞ്. ഇനി ഇത് കഞ്ഞിവെള്ളമല്ല, തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത്രയും തേങ്ങാപ്പാലില്ലാന്ന് ഓർക്കണ്ട. ഞാനിപ്പോൾ നമ്മൾ തോരനൊക്കെ എടുക്കുന്ന തേങ്ങാപ്പാലില്ല, നമ്മൾ കയ്യിൽ ഒരു വാളം ചിരണ്ടി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളം ചേർത്തങ്ങ് അടിച്ചിട്ട് വെള്ളം മിക്സ് ചെയ്തേക്കുന്ന കേട്ടോ. ഇത് ഫുള്ള് തേങ്ങാപ്പാലൊന്നും അല്ല കേട്ടോ, ഇതിനകത്ത് കൂടെ പോയിട്ടുള്ള തേങ്ങാപ്പാൽ. അപ്പം ഒരു കയ്യിലൊരു വാളം തേങ്ങ ചിരണ്ടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് അടിച്ചങ്ങ് എടുത്തോട്ടോ. തേങ്ങാപ്പാൽ ഒഴിഞ്ഞെടുക്കാം. ഈ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആഴ്ചയിൽ ഒരിക്കൽ തേങ്ങാപ്പാൽ ഒഴിച്ച് തല കഴുകുന്നത് താരം മാറാൻ നല്ലതാണ്, മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ എണ്ണ കാച്ചുന്നവർ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി വളരെ നല്ലതാണ് തേങ്ങാപ്പാൽ. അതുകൊണ്ടാണ്. ഇനി നമുക്കുണ്ടല്ലോ ഈ തേങ്ങാപ്പാൽ തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുമ്പം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി അല്ലെങ്കിൽ നിങ്ങൾക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള രണ്ടും ഇട്ടാലും ഒരുപോലെയൊക്കെ തന്നെയാണ്. നീർക്കെട്ട് വീഴത്തില്ല. നീർക്കെട്ട് വീഴാതിരിക്കാനാണെങ്കിൽ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. മുടി വളരാനൊക്കെ ആയിട്ട് സവാള ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. രണ്ടും ഒരുപോലെയൊക്കെ തന്നെയാണ്. നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലങ്ങ് അടിച്ചെടുക്കാം. പണ്ടുള്ള ആളുകളൊക്കെ കല്ലേലൊക്കെ കൊണ്ടിട്ട് ഉരച്ച് ചെമ്പരത്തി താളിയൊക്കെ എടുക്കൂലേ. അപ്പോൾ ഇത്ര പാടൊന്നുമില്ല. നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഇത്തിരി കഞ്ഞിവെള്ളം ഇതുപോലെ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചങ്ങ് കറക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ പണി തീരും. നല്ല നമ്മൾ ഈ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യത്തില്ല, നമ്മുടെ തലയിൽ കെമിക്കൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് മുടി കളയുന്നതിലൊക്കെ എത്ര നല്ല നമ്മുടെ ഈ ഒരു രീതിയിൽ ഇച്ചിരി കറ്റാർവാഴയും ചെമ്പരത്തിയിലയും ഇച്ചിരി കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ചേർത്താൻ അടിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ഹെയർ കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് തലമുടിക്ക് നല്ല ഗ്ലോ കിട്ടും. അതുമാത്രമല്ല, ഇനിയിപ്പോൾ നല്ല ചൂടല്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാനൊക്കെ പാടാം നല്ല ചൂടായിട്ട് അല്ല. അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ തല കഴുകുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഉറക്കം കിട്ടും, കണ്ണിനൊക്കെ നല്ലൊരു കുളിർമ കിട്ടും, സുഖമായിട്ട് ഉറങ്ങാം. പിന്നെ സ്കാൽപ്പിൽ ചൂടുകുരുവൊക്കെ വരുന്ന കുട്ടികൾക്ക് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിങ്ങനെ അടിച്ചെടുക്കുകയാണെങ്കിൽ ചൂടുകുരുവൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ താളിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പം കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ തേച്ച് കൊടുക്കുക. ഒഴിവ് ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ 2 ദിവസം ശനി ഞായറൊക്കെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നീർദോഷം കയറുന്ന പേടിയുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം തേച്ചാൽ മതി കേട്ടോ. വലിയവരൊക്കെ ആണെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് തേച്ചോ, എന്നാലും കുഴപ്പമില്ല.
പിന്നെ പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ്, ഉറക്കം കുറവുള്ളവരൊക്കെ ഉണ്ടെങ്കിലോ നിങ്ങൾ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുടി വളരുകയും ചെയ്യും, നല്ല ഉറക്കം കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഹെയർ കെയർ ടിപ്സിൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. നല്ല നല്ല വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഇടയ്ക്ക് ബ്യൂട്ടി ടിപ്സ് ചെയ്യാറുണ്ട്, പിന്നെ ഇടയ്ക്കൊക്കെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ കാണാവേ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ട് പോകാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ.